കഴിഞ്ഞ വീഡിയോ നിർത്തിയെടുത്ത് തന്നെ പിന്നെയും നമുക്ക് തുടങ്ങാം. ഈ പ്രാവശ്യം കയറാനുള്ള ടൈമായി കേട്ടോ. അങ്ങനെ കൊച്ചിന് ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഉമ്മയും എല്ലാം കൊടുത്ത് സ്നേഹമൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പോവുകയാണെന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഞാൻ അവളുടെ അടുത്തോട്ട് അങ്ങനെ ഒത്തിരി നിന്നില്ല. ചിലപ്പം അവൾ ഇപ്പം നിൽക്കുന്ന ആ സ്റ്റേജിൽ അവൾക്ക് ഒരു നല്ല സങ്കടമുണ്ട്. അപ്പം ആ കൂടെ ഞാനും കൂടെ കരഞ്ഞാൽ ചിലപ്പോൾ അവൾക്കത് കൂടിയെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒത്തിരി അടുത്ത് പോയില്ല, ടാറ്റ പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. എല്ലാവരും അവളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും എല്ലാം ചെയ്തു. എനിക്ക് സങ്കടം കാരണം ഞാൻ തിരിഞ്ഞ് നിന്ന് കരഞ്ഞു. പക്ഷേ അവളെ അത് ഞാൻ കാണിച്ചില്ല. കാണുമ്പോൾ ചിരിച്ച് തന്നെയാണ് ഞാൻ നിന്നതും. പിന്നെ വിൻചേട്ടൻ കുറേ കഷ്ടപ്പെട്ടു അവനെ കൊണ്ടൊരു ഉമ്മ കൊടുപ്പിക്കാൻ വേണ്ടി. പക്ഷെ അവസാനം പുള്ളി ഉമ്മ കൊടുത്തു കേട്ടോ. ഭയങ്കര ഉമ്മ കൊടുലായിരുന്നു, ഇങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം അവൾ അവിടെ തന്നെ കയറാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. അതെല്ലാം കഴിഞ്ഞ് അവനാണെങ്കിൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ അവന് പറ്റില്ല. ജാൻവി ഉള്ളതുകൊണ്ട് ജാൻവിയുടെ കൂടെ തന്നെ കളിക്കണം, ബഹളം വെക്കണം, അവൻ ആ എയർപോർട്ട് ചുറ്റും നടക്കണം. അതായിരുന്നു അവൻ്റെ മെയിൻ ആഗ്രഹം തന്നെ. അവനെ അയച്ചു വിടുമായിരുന്നു, അത്രയും സന്തോഷം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവസാനം അവന് വിടാനൊന്നും പറ്റില്ല, കാരണം 1 വയസ്സേ ഉള്ളൂ അവന്. അങ്ങനെ പെട്ടെന്ന് അയച്ചാൽ അത്രയും ആളുള്ള സ്ഥലത്ത് അവനെ വിടാൻ ടാസ്ക് ആയതുകൊണ്ട് ഞങ്ങളതിനെ വിട്ടൊന്നുമില്ല. പിന്നെ അവളെ അകത്തേക്ക് കയറി. പിന്നെ അവൾ കയറി കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാരണം ലഗേജ് ഒരു പൊട്ടിക്ക് കൂടുതലാണ്, എങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ടൈമും കൂടെ വെയിറ്റ് ചെയ്തു. തന്നെയാണ് എന്നോട് ഭയങ്കര സ്നേഹം. എനിക്ക് തുരാന്നുമ്മ തരും. ക്യാമറ ഓണാക്കിയപ്പോൾ അവൻ ഉമ്മ തരലും അങ്ങ് നിർത്തി കളഞ്ഞു.